അവിടെ സ്വർഗമുണ്ട് നഗരമുണ്ട് എന്നൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടാ? ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ, ഒന്ന് മദ്യത്തിന്റെ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകുന്നത്. അതൊക്കെ നമ്മള് ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോഴല്ലേ അതിന്റെ സൗന്ദര്യമുള്ളൂ. അല്ല പുഴയെ കൂടി പാലൊഴുകുവന്നെ. പിന്നെ 18 കിലോമീറ്റർ ഉണ്ടാവും അത്ര ഒരു റൂം. എന്തിനാണ് നടന്ന് തൂറാനാ? അങ്ങനെ ഇവര് കണ്ടിട്ടില്ല, ഇവരാരും കണ്ടിട്ടില്ല. ഇതെന്താണെന്ന് അറിയില്ല. കേരളത്തിന്റെ ഹാസ്യ നടനായ ശ്രീ സലീം കുമാർ പറഞ്ഞത് എന്താണ്? ഒരു കുപ്പിലോ ഒരു ഗ്ലാസ്സിലോ ഞങ്ങൾക്ക് മദ്യം കിട്ടിയെങ്കിൽ ഞങ്ങൾക്കത് കുടിക്കാമായിരുന്നു. പക്ഷേ കേരളത്തിലെ മൊല്ലാക്കന്മാര് പ്രസംഗിക്കുന്നത് മദ്യത്തിന്റെ പുഴകൾ ഒഴുകുന്നു സ്വർഗത്തിലെന്ന്. എന്തൊരു വൃത്തികേടാ എന്ന് പറഞ്ഞിട്ട് സിനിമാ സ്റ്റൈലില് പൊട്ടിച്ചിരിക്കുന്ന സലീം കുമാർ. ശ്രീ സലീം കുമാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അഭിനയത്തെ ജീവിച്ച് കാണിച്ചു കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അവർ സിനിമയിൽ അഭിനയിക്കുമ്പോ പലരും പറഞ്ഞിട്ടുണ്ട്, അഭിനയമല്ല ഇത് ജീവിതമാണ് എന്ന്. നിങ്ങൾക്കൊക്കെ ജീവിതം തന്നെ ഒരു അഭിനയമായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സിനിമാ ലോകത്തോടെ ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന്, കൗമാരക്കാർക്ക്, യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എന്ത് നല്ല സന്ദേശമാണ് സിനിമ കൊടുത്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു നല്ല സന്ദേശം സിനിമ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നല്ല സന്ദേശം ഏതെങ്കിലും സീരിയൽ കേരളത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് സമൂഹത്തിന് സമ്മാനിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നാഴികയ്ക്ക് 40 വട്ടം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഓരോ ആയത്തുകളെ സ്മരിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ മുഴുവനും നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പണ്ഡിതന്മാര് ശ്രമിക്കുമ്പോ അവരൊക്കെ ഏതെങ്കിലും സാമ്പ്രദായിക മൊല്ലാക്കന്മാരാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയം പോലും ജീവിതമാക്കിയിരുന്ന കലയെ പോലും കളഞ്ഞു കുളിച്ചുകൊണ്ട് ജീവിതം പോലും അഭിനയമാക്കി മാറ്റുന്ന അഭിനവ കാലഘട്ടത്തിന്റെ സിനിമാ നടന്മാര് തെറ്റായ സന്ദേശങ്ങളിലൂടെ കൗമാരക്കാരെയും യുവാക്കളെയും മുഴുവനും കള്ളിന്റെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും മദരാശിയുടെയും പിന്നാലെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ അരുതി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരും മറ്റു മതഭേദ ഭിക്ഷന്മാരും നിങ്ങൾ തെറ്റായ സന്ദേശങ്ങളാണ് ലോകത്തിന് കൊടുക്കുന്നത്. നിരീശ്വരവാദികളുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതവിശ്വാസികളുടെ നെഞ്ചകത്തേക്ക് നിങ്ങൾ പരിഹാസത്തിന്റെ, ഹാസ്യത്തിന്റെ കൂരമ്പുകൾ നിങ്ങൾ എറിഞ്ഞു കൊള്ളിപ്പിച്ചാൽ സമുദായം ഒരിക്കൽ പോലും നിങ്ങളോട് സഭ്യതയില്ലാത്ത വാക്ക് പറയാത്തത്, കൃത്യമായി നിങ്ങൾ പറഞ്ഞതിന് വ്യക്തമായ മറുപടി അതേ പരിഹാസത്തോടെ പറയാത്തത്, നിങ്ങൾ ആക്ഷേപിച്ച ആ ഹൂർണിങ്ങളും അതുപോലെ തന്നെ കള്ളാറും തേനാറും ഒക്കെ ഞങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ്. ഇത് മതത്തിന്റെ വിശ്വാസമാണ്. പിന്നെ ഞങ്ങൾക്കൊരു കാര്യമുള്ളത്, സലീം കുമാറിനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കാത്തത്? അയാൾക്ക് ചിരി വരികയാണ്. ഒരുപാട് വിസ്തീർണമായ സ്വർഗത്തിൽ ഇത്രയും വലിയ റൂം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സദസ്സിൽ പറയാൻ കൊള്ളില്ല. അവർക്കൊക്കെ പറയാം. കാരണം എന്താ? പോത്തിനും തേറ്റവാഴ. നമുക്ക് പറയാൻ പറ്റൂല. സംസ്കാര സമ്പന്നർക്ക് പറയാൻ കഴിയില്ല. അയാൾ ചോദിക്കുന്നത് വിസ്തീർണമായ വിശാലമായ സ്വർഗത്തിൽ ഇങ്ങനെ വിശാലമായ റൂമുകളാണെങ്കിൽ അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം നടന്നിട്ട് വിസർജിക്കാനാണോ എന്ന് ചോദിച്ചു വേറൊരു ഭാഷയിൽ അയാള് പരിഹാസത്തിന്റെ ചിരി പ്രകടിപ്പിച്ചത്. പക്ഷെ അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ ഞങ്ങൾ ആളല്ല. കാരണം ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ്, സംസ്കാരം ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ്. അറിയാം, ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമ എങ്ങും എത്താത്തതിന്റെ പേരില് നാഴികയ്ക്ക് 40 വട്ടം ഓരോ ആളുകളുടെ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഈ സിനിമ ഒന്ന് ഇറക്കണമെന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അഭിനയത്തിന്റെ പേരിൽ അഭിനവ കാലഘട്ടത്തിന്റെ നടീനടന്മാര് നൽകുന്ന തെറ്റായ സന്ദേശങ്ങളെ ഇസ്ലാമിന്റെ കൊണ്ട് കൊഞ്ഞനം കുത്താനാണ് ശ്രമമെങ്കിൽ കൃത്യമായി പള്ളികളിലും മദ്രസകളിലും ഒരു കലയായി തന്നെ കണ്ടുകൊണ്ട് ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിലും ബഹുസ്വര സമൂഹത്തിലും അതങ്ങനെ കലയായി തന്നെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ മൗനം അവലംബിക്കുന്നത് കൊണ്ടാണ്. അല്ല എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും തിരുവചനങ്ങളും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഒരു ജുമാ പ്രസംഗത്തിലൂടെ ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരും സിനിമ കാണരുത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ വന്നാൽ നിങ്ങൾ പിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് സമുദായത്തിന്റെ മേൽ കുതിര കയറാമെന്ന്
സലീം കുമാർ അല്ല, ഒറ്റ ഒരുത്തനും വിചാരിക്കണ്ട. അതിന് വേറെ ഏതെങ്കിലും വഴി നോക്കിയാൽ മതി. ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ എടുത്ത് കൊഞ്ഞനം കുത്തുന്ന ഏതെങ്കിലുമൊക്കെ ശൈലി അല്പ പഴകിയതാണെങ്കിൽ പോലും പുതിയ 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 കുപ്പിയിലും പുതിയ പുതിയ ഗ്ലാസ്സിലും വരുമ്പോൾ അതിനൊരു പുതുമയുണ്ട്. അതുകൊണ്ട് തന്നെ അല്പ പഴയതാണെങ്കിലും പുതിയ ഒരു റോൾ മോഡൽ, പുതിയ ഒരു ട്രെൻഡായി ആ പഴയത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇതിനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ കൂടിയാണ് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ക്യാമ്പസുകൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ വിടാൻ കഴിയുന്നില്ല, പഠിക്കാൻ വിടാൻ പറ്റുന്നില്ല. ഒരു പ്രമുഖമായ കോളേജിലെ അധ്യാപകര്, പ്രിൻസിപ്പൽ അടക്കം പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടായി, പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്താ പറഞ്ഞത് അധ്യാപകൻ? പ്രിൻസിപ്പൽ ചില ചെറുപ്പക്കാരോട് പറയാണ്, ഈ സ്കൂളിൽ ഞങ്ങളുടെ അധ്യാപകർ രാവിലെ വന്ന് ക്ലാസ്സുകൾ ഒരു ചെറിയ വിസിറ്റ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വരുമ്പോൾ, ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പോലും വീട്ടിന്റെ റൂമിൽ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇനി വേറൊന്നും പറയണ്ടല്ലോ. കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പേടിച്ചിട്ട് വിടും പ്രിയപ്പെട്ടവരെ? എങ്ങനെ മക്കളെ ഭാവി ഓർത്തിട്ട് വിടാതിരിക്കും? ഇതിന്റെ ഒക്കെ പിന്നിൽ കഞ്ചാവും MDMA-യും. ചെറുപ്പക്കാര് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എന്താ? ലോകം വല്ലാത്ത കോലത്തിലായി പോയി. ഒരേ ഒരു മകൻ, ഭർത്താവില്ല, പെൺമക്കളില്ല, വേറെ മക്കളില്ല. അതുകൊണ്ട് തന്നെ ആ മകനെ മതപഠനശാലയിൽ വിട്ടു. ഹിഫ്ള് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഹിഫ്ള് പഠിക്കാൻ വിട്ട ആ മകനെ ഹിഫ്ള് പഠിച്ചിട്ട് വീട്ടിൽ ലീവിന് വരുമ്പോ കവറിനകത്ത് കാണാൻ പാടില്ലാത്ത ചിലത് കണ്ടു തുടങ്ങി. അവസാനം ആ ഉമ്മ ആ മകനെ ഉപദേശിക്കാൻ തുടങ്ങി. ആ പ്രിയപ്പെട്ട മകനെ ഉപദേശിച്ച് അവസാനം ആ പ്രിയപ്പെട്ട ഉമ്മ സോഷ്യൽ മീഡിയയിൽ, പൊതുധാരയിൽ വന്നിട്ട് പറയുകയാണ്, ആ മകൻ, എന്റെ മകന് കൈവിട്ടു പോയി. പൊട്ടിക്കരഞ്ഞിട്ട് ആ ഉമ്മ പറയാണ്, എന്റെ മോൻ ഒരാളല്ലേ ഉള്ളൂ, ഞാൻ മരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട മകൻ എനിക്ക് നിസ്കരിക്കുമല്ലോ, നെഞ്ചുപൊട്ടി ദ്വാരക്കുമല്ലോ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പഠിക്കാൻ വിട്ടതാണ് എന്റെ മകനെ. ആ മകൻ കഞ്ചാവിനിരയായി എന്ന് മാത്രമല്ല, രാത്രി എന്റെ മകൻ വീട്ടിലേക്ക് വരുന്നത് പാച്ചറയിലെയും പള്ളിച്ച വീട്ടുകാരെയും നിങ്ങളുടെ ഉമ്മമാരെ, നൊന്തു പെറ്റവരെ, പേറ്റുനോവിന്റെ വേദന അറിഞ്ഞവരെ, മുലപ്പാല് കൊടുത്തിട്ട് സൗന്ദര്യം മുഴുവനും 2 മാറിടത്തിൽ നിന്ന് നുകർന്നു കൊടുത്തിട്ട് സൗന്ദര്യം മുഴുവനും തന്റെ മക്കളുടെ എനർജിക്ക് വേണ്ടി കൊടുത്ത ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ രാത്രി വീട്ടിൽ വരുമ്പോ നിങ്ങൾക്ക് സന്തോഷമല്ലേ? പെട്ടെന്ന് വീട്ടിൽ വന്നല്ലോ, എന്റെ മോൻ വീട്ടിൽ കയറിയല്ലോ, ഇനി പേടിക്കാതെ കിടന്നുറങ്ങാമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഓരോ ഉമ്മമാരും സന്തോഷം കൊള്ളുമ്പോൾ ആ ഉമ്മ പറയാണ്, മതപഠനശാലയിൽ വിട്ട എന്റെ പ്രിയപ്പെട്ട മകനെ ഹിഫ്ള് പഠിപ്പിക്കുമ്പോൾ ആ ഹിഫ്ള് പഠിപ്പിക്കാൻ വിട്ട എന്റെ പൊന്നുമോൻ രാത്രി വീട്ടിൽ വരുമ്പോൾ എനിക്ക് പേടിയാ. കാരണം എന്റെ മകൻ ഞാൻ ചിന്ത പോലും മറന്നിട്ട് എന്നെ പലപ്പോഴും കയറി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ഉമ്മ നൊമ്പരത്തോടെ പറഞ്ഞത് സാക്ഷര കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്ന സാധാരണ ലോകമായ ഈ കേരളത്തിൽ നിയമം ഇതിനു വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്ക് വീട്ടിൽ പോയിട്ട്. എന്തേ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ പിടിച്ചകത്തിട്ടാൽ, ഇങ്ങനെയുള്ള കഞ്ചാവ് കേസിലെ ക്രിമിനലുകളെ പിടിച്ചകത്തിട്ടാൽ ഒരു നാട് നന്നാവൂലേ? ഇവനെയൊക്കെ വീണ്ടും ഇറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനാണ് വക്കീലുമാരി പോകുന്നത്? ഈ നാട് നശിച്ച് നാരായ കല്ലെടുത്തു കഞ്ചാവിന്റെ പേരില്. അവിടെപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നാടിന് ബറക്കത്തില്ലാതെയായി പോയി. അള്ളാഹു പറഞ്ഞത്, ഒരു നാട് പള്ളിച്ച വീട്ടുകര എന്ന പാച്ചറയിലെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ ബറക്കത്ത് വേണോ? ഈ നാട്ടുകാർ ഭക്തിയിൽ ജീവിക്കുന്നവരാകണം. അള്ളാഹു ബറക്കത്ത് തരില്ലെങ്കിൽ അള്ളാഹു ബറക്കത്ത് തരില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഇനി ചായ കൊടുത്തോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇത്രയും ഗൗരവത്തിലൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഒന്ന് കഴിഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. മകളെ കെട്ടിക്കാൻ പാവപ്പെട്ടവർ, ഒരല്പം പോലും ഗ്രാം സ്വർണമില്ലാത്തവർ, കെട്ടിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത സഹോദരങ്ങൾ, സഹായിക്കുന്നവർ ഒരുപാടുണ്ട്. ഇവിടെ ഈ മഹലിലാണെന്ന് തോന്നുന്നു 5 ഈ മഹലുകാരനാണ്.
അബ്ദുൽ അസീസ് എന്നാണ് അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര്. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ഒരു സമൂഹ വിവാഹം നടത്തി, എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ വീട് കൂടലിന്റെ അന്ന് ആ നിക്കാഹിന് ഞാൻ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. നല്ലൊരു മനസ്സുള്ള മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് വരുമ്പോഴും അദ്ദേഹം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് അള്ളാഹു അദ്ദേഹത്തിന്റെ വാപ്പയുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പക്ഷേ ഒരു ഗ്രാം സ്വർണം കല്യാണം കഴിപ്പിക്കാൻ കഴിയാത്തവരായി ഉണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വട്ടിപ്പലിശക്കാരന്റെ അടുത്ത് പോണോ, ബ്ലേഡ് കമ്പനിക്കാരന്റെ അടുത്ത് പോണോ, ലോൺ എടുക്കണോ ബാങ്കിൽ നിന്ന്? ഒന്നും വേണ്ട. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ എന്താ പടച്ചോൻ പറഞ്ഞതെന്നറിയോ? ആര് പടച്ചവനെ സൂക്ഷിക്കുന്നുണ്ടോ, അവന്റെ മകളെ കെട്ടിക്കുന്ന കാര്യമായാൽ, അവന്റെ വീട് നിർമ്മാണത്തിന്റെ കാര്യമായാൽ, അവന്റെ ഷോപ്പിന്റെ കാര്യമായാൽ, അവൻ അല്ലാഹു പറയുന്നു മിൻ അംരിഹി യുസ്റ. ഒരു നിലയിലും നമുക്ക് പലിശയ്ക്ക് പണമെടുക്കാതെ ഒരു മകളെ കെട്ടിക്കാൻ കഴിയും. എങ്ങനെ കെട്ടിക്കാൻ കഴിയും? സുന്നത്ത് മുറുകെ പിടിച്ചാൽ കെട്ടിക്കാൻ കഴിയും. നമ്മൾ സുന്നത്തല്ലല്ലോ മുറുകെ പിടിക്കുന്നത്. പുതിയാപ്പിളുടെ വീട്ടിലോട്ട് ഇങ്ങനെ കാലെടുത്ത് കാശ്മീർ ചൊല്ലി അങ്ങോട്ട് വെക്കുമ്പോ രണ്ട് കൈ ഇങ്ങനെ നീണ്ടുവരും. ഒന്ന് അമ്മായിയുടെ കൈ, ഒരു വള വെച്ച് കൊടുക്കണം, ഒരു പവൻ. നാത്തൂന്റെ കൈ, ഒരു വള വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? പിറ്റേന്ന് നേരം വെളുക്കുന്ന സുബഹി കഴിഞ്ഞാൽ കയ്യിൽ ചൂല് തരും, അടിക്കടി മുറ്റം എന്ന് പറയും, കത്തിയെടുത്ത് കൈ തരും, വെട്ടടി മലക്കടി എന്ന് പറയും. ഇതൊക്കെ നടക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ അമ്മായിക്കൊരു വള, നാത്തൂനൊരു വള. ഏതാ ഈ പാലുംപഴം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. പാലുംപഴം കൊടുക്കുന്ന ഒരു സമ്പ്രദായം. ഈ പാലുംപഴം കൊടുക്കുമ്പോ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് അതിനകത്തൊരു മോതിരം ഇട്ട് കൊടുക്കും പോലും നമുക്കറിയില്ല. നമ്മൾ ഒന്നേ കെട്ടിയുള്ളെങ്കിലും ഇതിനൊന്നും നമ്മൾ പോകാൻ നിന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മോതിരം ഇട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇത് ഏതെങ്കിലും താത്താര കഴുത്തിൽ കയറി കുരുങ്ങി അത് മരിക്കുമ്പോ പിന്നീട് അങ്ങ് നിൽക്കും. ഏതുപോലെ ആന വരേണ്ടതുപോലെ. മഹാന്മാരുടെ പേരിൽ തോന്നിയാസം കാണിക്കുന്ന കമ്മിറ്റിക്കാരെന്ന ഫാസിസ്റ്റുകാരുണ്ടല്ലോ, ഇല്ലാത്ത കാര്യങ്ങൾ നടത്തിയിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പണ്ഡിതൻ, സമസ്ത AP വിഭാഗമാകട്ടെ, EK വിഭാഗമാകട്ടെ, സംസ്ഥാനയാകട്ടെ, ദക്ഷിണയാകട്ടെ, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ആനയും അമ്പാരിയും എടുത്തിട്ട് ഉറൂസ് നടത്താൻ പ്രേരിപ്പിക്കുന്നില്ല. ഒരു കരിമ്പ് കച്ചവടം ചെയ്ത ഇസ്ലാമിന്റെ പുറത്തോ പോവൂല. ഒരു വർണ്ണമുള്ള ഏതെങ്കിലും ഒരു കൊണചൂടി എന്ന് വെച്ച് ഇസ്ലാമിന്റെ പുറത്തു പോവോ? ഇല്ല. ഒരു കരിമരുന്ന് കതിര പൊട്ടിച്ചെന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ പുറത്തു പോവോ? ഇല്ല. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ആചാരമാകുമ്പോഴോ, ഒരു മണ്ണ് കുറച്ച് കൂടി മണ്ണെടുത്തിട്ട് തലയെ കൂടെ ഇട്ട ഒന്നും സംഭവിക്കാനില്ല. ഒരു കപ്പ് വെള്ളം എടുത്ത് തലയെ കൂടെ ഒഴിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. ഈ പൂഴി മണ്ണിലേക്ക് വെള്ളം ഒഴിച്ച് ഉരുട്ടി പിറ്റെന്ന് ഉണങ്ങുമ്പോൾ എടുത്ത് തലക്കിട്ടതിന് തലയ്ക്ക് 9 കുത്തിക്കെട്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള അനിസ്ലാമികമായ പേക്കൂത്തുകൾ നടത്തുന്ന സ്ഥലങ്ങളില് അള്ളാഹുവിന്റെ ഔലിയാക്കളും മഹാന്മാരും അതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരൊറ്റാളും വിശ്വസിക്കേണ്ട. ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പ്രമുഖമായ ഒരു ഉറൂസിൽ എന്നെ വിളിച്ച് ഞാൻ ഇവിടെ വലിച്ചു കീറി പ്രസംഗിക്കുക ഖുർആനിലെ 5 മുഖങ്ങൾ മരണത്തിന്റെ. ഇതിന്റെ പുറകില് മരണക്കിണർ. ഇവിടെ ഞാൻ മരണത്തെ പറ്റി വാഗീരി പ്രസംഗിക്കുന്നു. കുറച്ച് ആളുകൾ വായും തുറന്നിരിക്കുന്നു. അവർക്ക് ബോധമുണ്ടോ ഇല്ലെന്ന് അല്ലാഹ്ക്കറിയാം. ഇതിന്റെ പുറകിലോ മരണക്കിണർ. അവിടെ നോക്കുമ്പോൾ താത്ത ഉമ്മമാരെ മുതുവത്തൂടെ കിടക്കുക മരണക്കിണർ കാണാൻ. ഞാൻ ആ സദസ്സിൽ വെച്ചിട്ട് പറഞ്ഞു, മേലാളി പരിപാടിയാണെങ്കിൽ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ കരുതിയിട്ടില്ല, അങ്ങനെ കേട്ടവര് കരുതി അടുത്ത വർഷം നന്നാവുമെന്ന്. എന്നെ വിളിച്ചില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇല്ലാത്ത ആചാരങ്ങൾ കൊണ്ടുവന്നിട്ട് കല്യാണങ്ങളിൽ ഇങ്ങനെയൊക്കെ ആർഭാടങ്ങൾ കാണിക്കാൻ വേണ്ടി കിട്ടാൻ ഒരു മട്ടൻ കറി
ഒരു ബീഫ് ഒലത്തിയത്, ഒരു ചിക്കൻ ഫ്രൈ, കേറുമ്പോ ഒരു പഴംപൊരി ചായ, ഇറങ്ങുമ്പോ ഒരു ജ്യൂസ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീം 3-4 ഐറ്റം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇതൊക്കെ കൊടുത്തില്ലെങ്കിൽ എന്തൊരു കല്യാണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നിനക്ക് പലിശയ്ക്ക് പണം എടുക്കേണ്ടി വരുന്നത്. മാനം മര്യാദയ്ക്ക് നിന്റെ ബന്ധുക്കളെയും അവരുടെ ബന്ധുക്കളെയും വിളിച്ച് നല്ലൊരു ആഹാരം കൊടുത്ത്, മാന്യമായ നിലയിൽ ഒരു ആഹാരം കൊടുത്ത്, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് ബറക്കത്തായിട്ട് ദുആയും ചെയ്ത് ഒരു ആചാരവും അനുഷ്ഠാനങ്ങളും ഒന്നും വേണ്ട. അല്ലാഹുവിന്റെ ഹബീബ് സുന്നത്താക്കിയത് മാത്രം സുന്നത്താക്കിയ കാര്യങ്ങൾ ചെയ്തു നോക്ക്. നിന്റെ മകളുടെ കല്യാണത്തിന് ബാലൻസ് 1.5 ലക്ഷം രൂപ കയ്യിലുണ്ടാവും. അതാ അല്ലാഹ് പറഞ്ഞത്, അള്ളാനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാം സിമ്പിൾ ആക്കി തരും നിനക്ക്. അല്ലാതെ പലിശയ്ക്ക് പണം എടുക്കേണ്ടി വരൂല. അതുകൊണ്ട് തഖ്വ വേണം. രണ്ടാമത്തെ കാര്യം അതാണ് വത്തഖ. സിദ്ദീഖുൽ അക്ബർ ഉണ്ടായിരുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫിന് അത് ഉണ്ടായിരുന്നില്ല. അള്ളാഹു നമുക്ക് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹ് പറയുകയാണ്, ആര് ദാനധർമ്മം ചെയ്യുന്നുവോ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ. ഇനി മൂന്നാമതായിട്ട് അള്ളാഹ് പറയുകയാണ്, ഏത് നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. അതാ കൂടെയുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. അവൻ ചെയ്യുന്നത് നന്മയാണോ, സപ്പോർട്ട്, കട്ട സപ്പോർട്ട്. പ്രിയപ്പെട്ടവരെ, ഒരാളൊരു നന്മ ചെയ്യുമ്പോ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് യഥാർത്ഥത്തിൽ 16-ാം തീയതി ഞാൻ പ്രസംഗിക്കേണ്ടത് തൃശ്ശൂർ ജില്ലയിലാണ്. ആ തൃശ്ശൂർ ജില്ലയിൽ ഡേറ്റ് കൊടുത്തിരുന്നു. അപ്പൊ എനിക്ക് പകല് തിരുവനന്തപുരത്ത് നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായി. ഞാൻ അത് എങ്ങനെ ക്യാൻസൽ ചെയ്യാനിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസത്തിന്റെ അവസാനം മുഹമ്മദ് ഫൈസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാച്ചറയിൽ ഒരു ഡേറ്റ് വേണം. ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ല. അപ്പൊ ഈ ഡേറ്റുകൾ എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 16-ാം തീയതി ഇൻഷാ അല്ലാഹ് ചിലപ്പോ ഒരു ഡേറ്റ് വരാൻ സാധ്യതയുണ്ട്. ആ 16-ാം തീയതി തൃശ്ശൂർ ജില്ലയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റിൽ ഞാൻ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. എനിക്കന്ന് പകൽ തിരുവനന്തപുരത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എങ്കിലൊന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിരുന്നു. മുഹമ്മദ് ഫൈസി ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, 16-ാം തീയതി തൃശ്ശൂർ ഞാൻ പോകുന്നില്ല, ഇവിടെ വരാമെന്ന് പറഞ്ഞു. തൃശ്ശൂർ ജില്ലക്കാരോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, 16-ാം തീയതി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവര് 8-9 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. 5-ാം തീയതി എന്നോട് പറഞ്ഞു, ഇനി എന്നാ ഡേറ്റ്? ഞാൻ പറഞ്ഞു, നോമ്പിന് മുമ്പ് ഒരു ദിവസം ഒഴിവില്ല, 5-ാം തീയതി. അതിന് 8 ദിവസമല്ലേ ഉസ്താദേ ഉള്ളൂ. 5-ാം തീയതി ഒഴിഞ്ഞു കിടപ്പുണ്ട്, അതും വേറൊരു പരിപാടി ക്യാൻസൽ ആയതാണ്. 5-ാം തീയതി എഴുതിത്തോളി, നിങ്ങൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 8 ദിവസം ബാക്കിയുള്ളപ്പോ ആ ഡേറ്റ് ചേഞ്ച് 5-ലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇവിടെ പറയാനാ. 5-ാം തീയതി അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ പോയി. തൃശ്ശൂർ ജില്ലയില് വലിയ ജനക്കൂട്ടം, നല്ല ഒരു ജനപിന്തുണയുള്ള ഒരൊറ്റ ദിവസത്തെ പരിപാടി. ആ പരിപാടി ഒരൊറ്റ ദിവസത്തെ പരിപാടി മജ്‌ലിസുന്നൂറും പ്രഭാഷണവുമാണ്. മജ്‌ലിസുന്നൂറൊക്കെ കഴിഞ്ഞ് ഒരു സയ്യിദ് വന്ന് ദുആയൊക്കെ ചെയ്ത് പോയി. 9:30 മണിയായപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി മൈക്കിന്റെ മുമ്പിലോട്ട് എഴുന്നേറ്റ് നിന്നു. 9:30 മണിക്ക് ഒരു ഏകദേശം ഒരു 10,500ഓളം 1000-ത്തിലധികം സഹോദരിമാർ, എല്ലാം കൂടി ഒരു 10,000-2,500 ജനങ്ങൾ വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ സദസ്സിൽ ഞാൻ പ്രസംഗിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സ്ഥലം SI വന്നിട്ട് പറഞ്ഞു, മൈക്ക് ഓഫ് ആക്കണം. ഞാനിത് അറിയുന്നില്ല. കുറെ സംഘാടകർ ഓടുന്നുണ്ട്, ഉസ്താദ് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇനി ആഹാരം തികയാത്തതാണോ അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ നോക്കിയില്ല. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് നിൽക്കാൻ. അവസാനം ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ പ്രസംഗം നിർത്തണം. ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണ്ടേ, ഇതൊന്നും നിർത്തണമല്ലോ. ഉസ്താദെ, ഇനി ഒരു അക്ഷരം നമുക്ക് മൈക്കിലൂടെ പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, ഇത്ര വാശി എന്താ പോലീസുകാർക്ക്? നിങ്ങൾ വിളിക്ക്, ഞാൻ സംസാരിക്കാം. അല്ലെങ്കിൽ ആ കേസ് എടുത്തോട്ടെ, എന്റെ പേരിലല്ലേ എടുക്കുള്ളൂ, എന്റെ പേരിലല്ലേ കേസ് എടുക്കുള്ളൂ? അല്ല, നിലവിൽ പ്രസിഡന്റിന്റെ പേരിലും ഇമാമിന്റെ പേരിലും കേസ് എടുക്കുമെന്ന് പറയാ. ഞാൻ പറയുന്ന കേസ് എടുത്തോട്ടെ, കൂട്ടത്തിൽ എന്നെയും കൂടെ കക്ഷി എടുത്തോളാൻ പറ. വിഷയം തീർന്നില്ല, നിങ്ങൾക്ക് ടെൻഷൻ എന്തിനാ? ഇതൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ, ഒരു 15 മിനിറ്റ് എങ്കിലും. പറ്റൂല, പെട്ടെന്ന് നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ബോക്സിന്റെ എല്ലാ കണക്ഷനും ഊരിയിട്ട് ഈ മോണിറ്റർ മാത്രം പുറകിലോട്ടുള്ള ആ ഒരു ഫീഡ്ബാക്കിന് മാത്രം ഞാൻ പ്രസംഗിച്ചു. ആളുകൾക്ക് നന്നായിട്ട് കേൾക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും വിളിച്ചു പറയുന്നു, നിർത്തിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അവസാനം പ്രസംഗം നിർത്തി. ദുആ ചെയ്യാൻ പോലും അവസരം ഉണ്ടായില്ല. ഒരു ബക്കറ്റ് എടുത്ത പാവങ്ങൾക്ക് ഇതിന്റെ ഒരു ദിവസത്തെ ചെലവൊന്നും നടത്താനുള്ള ഒരു സംവിധാനം പോലും ഉണ്ടായില്ല. പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്നോട് വന്നിട്ട് പറഞ്ഞു, മഹല്ലിലുള്ള
ഒരു 4-5 പേര് അവർക്ക് ഇതിനോട് എതിർപ്പാണ്, പരിപാടി നടത്തുന്നതിനോട് എതിർപ്പാണ്. അവർ ഫോൺ ചെയ്ത് തിരുവനന്തപുരത്ത് വരെ വിളിച്ചു പറഞ്ഞു, പോലീസ് ആസ്ഥാന കേന്ദ്രത്തിൽ വരെ വിളിച്ചു പറഞ്ഞു, പരിപാടി ഞങ്ങൾക്ക് ശല്യമാണ്, ഓഫാക്കണം. തൊട്ടപ്പുറത്ത് പൂരം നടക്കുന്നത് അവർക്ക് പ്രശ്നമല്ല, വേറെ ആർക്കും ഒരു പ്രശ്നമല്ല. അവര് വിളിച്ചു പറഞ്ഞു. നിരന്തരമായി മാറിയും തിരിഞ്ഞും കുറച്ച് ആളുകൾ ഇങ്ങനെ ശക്തമായി വിളിച്ച് പോലീസുകാർക്ക് ഇരിക്കാൻ വയ്യ. അങ്ങനെ അവസാനം ഒരു വന്നിട്ട ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയുള്ള ആളുകളും സമൂഹത്തിൽ ഉണ്ടെന്നല്ലേ. അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് അബൂബക്കറിന്റെ സ്വഭാവം വേണോ, ഉമ്മയ്യത്ത് ബിൻ ഖലഫിന്റെ സ്വഭാവം വേണോ, സിദ്ദീഖുൽ അക്ബറിന്റെ സ്വഭാവം സദ്ദഖ ബിൽ ഹുസ്ന, നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യലാണ്. ആ ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു സമൂഹം എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുക? അള്ളാഹു അവരുടെ ജീവിതത്തെ എളുപ്പമാക്കി കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് ജീവിതം എളുപ്പമാകാൻ അള്ളാഹ് പറയുകയാണ്, തഖ്വയോടെ ജീവിക്കുന്നത് ആരാണോ, ഭക്തിയോടെ ജീവിക്കുന്നത് ആരാണോ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ആരാണോ നല്ല കാര്യങ്ങൾക്ക് പരിപൂർണ സപ്പോർട്ട് കൊടുക്കുന്നത്, അല്ലാഹ് പറയുകയാണ്, അവന്റെ ജീവിതത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാ. അള്ളാഹു അവന്റെ ജീവിതത്തെ വളരെ കൃത്യമായി എളുപ്പമാക്കി അള്ളാഹ് കൊടുക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹ് പറഞ്ഞു ഖുദ്സിയായ ഹദീസിലൂടെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, അള്ളാന്റെ വാക്കാണ്, മുത്തുനബിയാണ്, അള്ളാന്റെ റസൂൽ പറയുന്നു, അള്ളാഹ് പറയുന്ന, പ്രിയ ഇബ്നു ആദമോ മനുഷ്യരെ, തഫറഗ ലിഇബാദതി, എന്റെ ഇബാദത്തിലായി നിങ്ങൾ സമയം ചെലവഴിക്കണേ. അമൽ അംലഉ സദ്റക ഗിനൻ വഅസുദ്ദു ഫഖറക, നിങ്ങൾക്ക് വാരിക്കോരി തരാ, ഞാൻ പൂട്ടിക്കൊള്ളാ. ആരെ പറയും? പടച്ചവനാ പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ സമ്പത്തിനെ അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ സമ്പന്നമാക്കിയിട്ട് ആവശ്യത്തിന് സമ്പത്ത് നിങ്ങൾക്ക് തന്ന് ദാരിദ്ര്യത്തെ അല്ലാഹ് അടയ്ക്കുന്നതാണ്. ആരൊരാൾ അങ്ങനെ ചെയ്യുന്നില്ലയോ, നന്മ വിഷയങ്ങൾ അവനെ ഇടപെടുന്നില്ല. പറയുന്ന പടച്ചോൻ പറയുന്നത്രേ, നിങ്ങൾക്ക് എപ്പോഴും ജോലിയല്ല തരുന്നതാണ്. സമയം മാറ്റി വെച്ചാൽ അള്ളാഹ് തരുന്നത് എന്താ? സമ്പത്ത് ആവശ്യമുള്ള തരും, ദാരിദ്ര്യം മാറ്റി തരും. അള്ളാഹ് ഇബാദത്ത് ഒഴിവാക്കിയാലോ, നന്മയായ കാര്യത്തിൽ നിന്ന് മാറി നിന്നാലോ, അള്ളാഹു പറയുകയാണ്, മലഅതു യദൈക ശുഗ്ല, നിന്റെ 2 കൈ നിറച്ച് ജോലി അള്ളാഹ് തരും. ജോലി ഒരു ഫ്രീ ടൈം നിനക്ക് കിട്ടൂല, എപ്പോഴും നീ ജോലിയായിരിക്കും. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? വലം അസുദ്ദു ഫഖറക, നിന്റെ ദാരിദ്ര്യത്തെ അല്ലാഹു മാറ്റി തരികയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. ഒന്നുകൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമ്മയ്യത്ത് ബിൻ ഖലഫും രണ്ടാണെന്ന് അറിയിക്കാൻ വേണ്ടി അള്ളാഹു ആണയിട്ടത് രാവും പകലും പോലെ, ആണും പെണ്ണും പോലെ. അള്ളാഹു പറഞ്ഞു, അബൂബക്കറും സിദ്ദീഖും റളിയല്ലാഹു അൻഹു ഉമ്മയ്യത്ത് ബിൻ ഖലഫും പോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും വിഭിന്നമാണ്, നന്മയും തിന്മയും. നന്മയായ 3 പ്രവർത്തനങ്ങൾ അള്ളാഹ് പറഞ്ഞു. 1, ദാനധർമ്മം ചെയ്യുക. 2, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. 3, നല്ല വിഷയങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ അല്ലാഹു തആല എളുപ്പമാക്കി തരും. ഇനി നേരെ തിരിച്ചു, ഇത് സിദ്ദീഖുൽ അക്ബറിന്റെ ഉദാഹരണം. ഇനി നേരെ മറിച്ച് അല്ലാഹ് പറയുകയാണ്, വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകذب بالحسنى فسنيسره للعسرى. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇതിന് നേരെ വിപരീതമായ പടച്ചതമ്പുരാൻ പറയുകയാണ്, സഹോദരങ്ങളെ, ഒരു മനുഷ്യന് അമ്മാമൻ ബഖില, ഒരു പൈസ പാവങ്ങൾക്ക് കൊടുക്കൂല, 1 രൂപ ആളുകൾക്ക് കൊടുക്കൂല, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവ് ചെയ്യില്ല, പള്ളിക്ക് കൊടുക്കില്ല, മദ്രസയ്ക്ക് കൊടുക്കില്ല. പണം അവന്റെ കയ്യിലുണ്ട്.
അന്ന് രാത്രി നോട്ട് നിരോധിക്കട്ടെ മറ്റൊരാള്. അപ്പൊ എന്താ സംഭവിക്കുക? പിറ്റേന്ന് നേരം വെളുക്കുമ്പോ ബാങ്കിന്റെ മുമ്പിൽ ഉണ്ടാവും. ഇല്ലാത്ത പൈസ എവിടെ നിന്ന്? അല്ല, പൈസ പാവങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഇല്ല. എന്നാൽ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു വലിയ കച്ചവട സ്ഥാപനം പൊട്ടട്ടെ, അപ്പോഴാണ് പറയുന്നത് അളിയാ എന്റെ 2 കോടി അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ മുഴുവൻ മനുഷ്യന്റെ കയ്യിലും പൈസ ഉണ്ട്, പക്ഷേ അത് നല്ല കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യാനുള്ള മനസ്സില്ല. അത് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ ശൈലിയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ ശൈലിയാണ്. അള്ളാഹ് ജീവിതത്തെ കുടുസാക്കി കളയും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് മടിയെന്തിനാ പ്രിയപ്പെട്ടവരെ? കൊടുക്കണം, നമ്മൾ കൊടുക്കണം. ഞാൻ പല വേദികളിലും പറഞ്ഞു, ഈ വിഷയമായതുകൊണ്ട് എനിക്കറിയാതെ എന്റെ നാവിലേക്ക് വരികയാണ്. എന്റെ നാട്ടിലെ ഒരു കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പാവപ്പെട്ട സഹോദരന് കരള് മാറ്റി വെക്കുന്നതുമായി കളക്ഷൻ നടക്കുന്നതിനിടയിൽ എന്റെ പള്ളിയിൽ ഞാൻ ഇരിക്കുമ്പോ 2 ആഴ്ചക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ഞാൻ ഒരു ലൈവ് ഇട്ടു. ആ ലൈവിൽ ഞാൻ പറഞ്ഞു, ഒരു പാവപ്പെട്ട സഹോദരന് കരള് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സാമ്പത്തിക സ്വരൂപണം നടക്കുകയാണ്, ഒന്നും ആയിട്ടില്ല, നിങ്ങളൊക്കെ കഴിയുന്നവരെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ലൈവിൽ പറഞ്ഞ് ഞാൻ പള്ളിയിൽ കയറി തിരിച്ചിറങ്ങുമ്പോഴേക്ക് എന്റെ മഹലിലെ ഒരു സഹോദരി, ആ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദെ ലൈവ് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ഇവിടെ വന്നപ്പോഴേക്ക് നിങ്ങൾ ജുമയ്ക്ക് കയറി, ഞാൻ കാത്തു നിന്നു. എന്റെ കയ്യിൽ ആ സഹോദരന് കൊടുക്കാൻ ഒന്നുമില്ല, പക്ഷെ ഈ കെട്ട് താലിമാല ഇത് നിങ്ങൾക്ക് തരികയാണ്, അതങ്ങ് കൊടുത്തേക്ക്. ഈ താലിമാല ഞാൻ നിങ്ങൾക്ക് തരികയാണ്, അതിന്റെ ചുട്ടി അടക്കം ഞാനൊന്ന് വിറച്ചെങ്കിലും വാങ്ങി. എന്റെ കൂടെ ഉള്ളവർ നെടുമങ്ങാട് ഒരു ജുവല്ലറിയിൽ ഇറങ്ങിയിട്ട് എത്രയാണ് തൂക്കമെന്ന് നോക്കുമ്പോ 13 ഗ്രാം ഉണ്ട്. 3 ഗ്രാം കുറവ് 2 പവന്. 1,03,000-ലധികം വരുന്ന അമ്പത്തെ പൈസയാണ് ആ സഹോദരി. അവര് കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരന്റെ രോഗം എന്ന് കേട്ടപ്പോൾ കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിച്ചു. അബൂബക്കർ സിദ്ദീഖ് അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി. അവരുടെ ഖൽബിൽ അബൂബക്കർ സിദ്ദീഖിന്റെ സ്വഭാവമുണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹ് അതിന് പകരം കൊടുക്കും. എത്രയായിട്ടാ? വെച്ച നെൽമണിക്ക് 7 കതിരുകൾ പൊട്ടി, ഓരോ കതിരിലും 100 നെൽമണികൾ, അങ്ങനെ 700 കിട്ടിയതുപോലെ ആഖിറത്തിലും കൊടുക്കും. കണ്ണും കൽബും നിറച്ച അല്ലാഹു ഭൂമിയിലും കൊടുക്കും. ഒരു സംശയം